ശരി, നമുക്കിനി ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ ബഡ്ജറ്റിൽ. ഏറ്റവും ശ്രദ്ധേയമായത് പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട ഈ ബഡ്ജറ്റിലെ പരാമർശമാണ്. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്നാണ് അങ്ങ് പറഞ്ഞതെങ്കിലും ഞാൻ ആ ബഡ്ജറ്റ് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പങ്കാളിത്ത പെൻഷനുമായി ഇനി മുന്നോട്ട് പോകാൻ സർക്കാർ ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനാണോ സർക്കാരിൻ്റെ ആലോചന? ഈ പങ്കാളിത്ത പെൻഷൻ്റെ കാര്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളങ്ങ് പിൻവലിക്കുക എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളും കൂടെ നോക്കി നിയമപരമായ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷൻ വന്നതോടുകൂടി അവർക്കൊരു അനിശ്ചിതത്വം വന്നു. കാരണം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ കൂട്ടല്ല പങ്കാളിത്ത പെൻഷൻ വന്നാൽ അതിനൊരു അഷ്വേർഡ് ആയിട്ടുള്ള ഇൻകം ഒന്നുമില്ല. എത്ര കിട്ടും, എങ്ങനെ കിട്ടും, എത്ര എന്ന് വരെ അതൊന്നും അറിയില്ല. അപ്പോൾ അവിടെ അഷ്വേർഡ് ആയിട്ടുള്ള ഇൻകം കിട്ടുന്നതിൻ്റെ പരിപാടിയെ സംബന്ധിച്ചുള്ള കാര്യം ചർച്ച ചെയ്യണം. അതുകൊണ്ട് അവർക്ക് അഷ്വേർഡ് ആയിട്ടുള്ളൊരു കാര്യം വരുന്നൊരു പെൻഷൻ സ്കീമിനെ പറ്റി ആലോചിക്കും. അത് മറ്റ് ചില സംസ്ഥാനങ്ങൾ ഇത്തരം കാര്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവരുടെ കാര്യങ്ങളും കൂടെ ഒന്ന് പരിശോധിക്കും. അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പങ്കാളിത്ത പെൻഷൻ്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപ അവരുടെ കയ്യിലേക്ക് പോയതും മറ്റും കിട്ടേണ്ട കാര്യമുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെടും. ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ പറഞ്ഞത്. അതിനകത്തൊരു അഷ്വേർഡ് ആയിട്ടുള്ള ഇൻകം പെൻഷൻ കിട്ടുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം വേണമെന്ന കാര്യമാണ്. അതായത് ഒന്നുകൂടി നമുക്ക് അതിൻ്റെ ഒരു ആശയക്കുഴപ്പമൊന്നും നിൽക്കില്ല, അതിനകത്തൊരു വ്യക്തത വരുത്തേണ്ടത് പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്ന് തന്നെയാണ് അങ്ങ് പറഞ്ഞത്. കാരണം ഇനി അഷ്വേർഡ് ഇൻകത്തെക്കുറിച്ചും ഒക്കെ ഇനി നമ്മൾ ആ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കണം, പഠിക്കണം. അതിനുശേഷം അത് പ്രായോഗികമല്ലെന്ന് കണ്ടാൽ ഒരുപക്ഷെ പങ്കാളിത്ത പെൻഷൻ തുടരേണ്ടി വരും. എന്തായാലും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനത്തിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ? ഇപ്പം പറഞ്ഞത് ഞങ്ങൾ നേരെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോകുന്നു എന്നൊരു പ്രഖ്യാപനമല്ല. എന്നാൽ ജീവനക്കാർക്ക് ഒരു അഷ്വേർഡ് ആയിട്ടുള്ളൊരു വരുമാനം കിട്ടുന്നൊരു പെൻഷൻ വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ലെവലില്ല. അല്ലാതെ മറ്റേത് ഇപ്പം രാജസ്ഥാൻ ഇത് നിർത്തിയെന്ന് പ്രഖ്യാപിച്ചു ഇലക്ഷന് മുമ്പ്. നടത്തിയിട്ടില്ലല്ലോ, നടത്താൻ പറ്റിയിട്ടില്ലല്ലോ. പല സ്റ്റേറ്റും പറഞ്ഞല്ലോ, എങ്ങനെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊടുത്ത പണം കേന്ദ്ര ഗവൺമെൻറ് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പ്രശ്നം ഉൾപ്പെടെ ഉണ്ടല്ലോ. അതെ, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. PFRDA അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിച്ച് ഒരു പുതിയ പദ്ധതിയിലേക്ക് പോയാൽ ആ നഷ്ടമുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതിനേക്കാൾ മികച്ച ഒരു പദ്ധതി നിലവിൽ വരികയും അത് ചെറിയ തുകയൊന്നും അല്ല. അതെ അതെ, അതൊരു വലിയ തുകയുമാണ്. അല്ല, വലിയ തുകയായിരിക്കുമല്ലോ അടച്ചിട്ടുള്ളതേ. അതെ, അപ്പം അതായത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നത് ഈ PFRDA അടക്കമുള്ള നിക്ഷേപം നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ അല്ലേ? എന്നല്ല, നമുക്കിപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു കാര്യം, ബഡ്ജറ്റിലൊരു കാര്യം പറഞ്ഞാൽ എല്ലാ കാര്യവും തയ്യാറാക്കി വെച്ചിട്ടല്ലല്ലോ നമ്മൾ ഫൈനൽ തീരുമാനം പ്രഖ്യാപിക്കുമല്ലോ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി സാങ്കേതികമായ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്, അതിൻ്റെ കാര്യങ്ങളും പരിശോധനകളും. അതാണ് ഞാൻ പറഞ്ഞത്. ശരി, അപ്പോൾ പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ പുനഃപരിശോധിക്കും അങ്ങനെ ചർച്ച ചെയ്തിട്ടല്ലല്ലോ. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കും എന്ന് പറയുന്നതാണ് ശരി. അതിനകത്തൊരു അന്തിമ തീരുമാനമായിട്ടില്ല. പങ്കാളിത്ത പെൻഷൻ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു മോഡലല്ല. പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരെ സംബന്ധിച്ചും നാട്ടിലെ പൊതുവായ സിസ്റ്റം അനുസരിച്ചും അതൊരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള സംവിധാനമല്ല. കാരണം എന്താണ് എന്നുള്ള ആശങ്കയോടുകൂടി ജീവനക്കാരന് നിൽക്കേണ്ടി വരും. അതേസമയം അതിനേക്കാളും നല്ല ഒരു ഉറപ്പ് വേണം അവർക്ക് പെൻഷനെ സംബന്ധിച്ച്. അതാണ് പറഞ്ഞതിൻ്റെ ബേസിക്കായ ക്രക്സ്. അപ്പോൾ പുനഃപരിശോധിക്കുമെന്ന് തന്നെയാണ്, പിൻവലിക്കുമെന്നല്ല നമ്മളിപ്പോൾ പറഞ്ഞത്. പിൻവലിക്കാൻ ആലോചിക്കുന്നു. അത് മികച്ച പദ്ധതി വന്നാൽ ഈ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കും. മികച്ച പദ്ധതി വന്നാൽ എന്നുള്ളതല്ല, നമ്മുടെ കൺസെപ്റ്റ് ഒരു അഷ്വേർഡ് പെൻഷൻ സ്കീം ഉണ്ടാവുന്നതാണ് നല്ലതെന്ന് തന്നെയാണ്. അതിന് ബാക്കി കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കും. ശരി.